എല്ലാ വ്യൂസിനും സ്കൂട്ടർ വെല്ലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ബജാജ് പൾസർ NS 160യുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഏകദേശം 18ഓളം പുതിയ മാറ്റങ്ങൾ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞുതരാം പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്. വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ക്ലസ്റ്റർ മൊത്തം മാറിയിട്ടുണ്ട്. ഫുൾ LED ലൈറ്റ്സ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് ഷോക്കപ്പോ ചേഞ്ച് ആയിട്ടുണ്ട്. USD അപ്സൈഡ് ഡൗൺ ഫോക്ക് വന്നിട്ടുണ്ട്. ഫുൾ ഡിജിറ്റലായിട്ടുള്ളൊരു അപ്ഡേറ്റഡ് നമുക്ക് മീറ്റർ കൺസോൾ ലഭിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡായിട്ട് ഡ്യുവൽ ചാനൽ ABS വന്നിട്ടുണ്ട്. വാഹനത്തിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ ചേഞ്ച് ആയി വാഹനത്തിന് വെയിറ്റ് കുറഞ്ഞിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഫ്രണ്ട് ബാക്ക് ടയർ എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. പുതിയ ടയേഴ്സാണ് ഇപ്പോൾ വരുന്നത്, ട്യൂബ്ലെസ് ആയിട്ടുള്ളത്. MRFൻ്റെ സാപ്പർ ടയേഴ്സാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ഇപ്പോൾ തന്നെ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. അതുകൂടാതെ നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതാ കണ്ടോ, ഇതൊരു പുതിയൊരു കളറാണ്. ഈ റെഡും അതുകൂടാതെ ഒരു വൈറ്റ് കളർ കൂടി ഈ വാഹനത്തിന് നമുക്ക് പുതിയതായിട്ട് ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ മിറേഴ്സ് എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഗ്ലോസി ബ്ലാക്ക് മാറി മാറ്റ് ബ്ലാക്ക് കളറുള്ള മിറേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. ഫ്രണ്ട് സൺവൈസർ ചേഞ്ച് ആയിട്ടുണ്ട്. കുറച്ചുകൂടി ഷോർട്ടായിട്ടുള്ളൊരു സൺവൈസറാണ് വരുന്നത്. അതുകൂടാതെ തന്നെ ഒരു സ്മോക്കിംഗ് എഫക്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് സ്മോക്കിംഗ് ആയിട്ടുള്ള സൺവൈസർ വരുന്നത്. ബജാജിൻ്റെ ലോഗോ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ ഒരു റെഡ് കളർ, വണ്ടിയുടെ കളർ ഏതാണോ ആ കളറിൻ്റെ ഗ്രാഫിക്സ് നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ രണ്ട് സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് അപ്പാടെ മാറി KTMൻ്റെ ഇൻഡിക്കേറ്റേഴ്സാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതെ, KTMൻ്റെ LED ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. പിന്നെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ഡിസൈൻ അങ്ങ് മാറിയിട്ടുണ്ട്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. LED ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് നമുക്കിപ്പോൾ വരുന്നുണ്ട്. ലൈറ്റ്സ് ഹാലജൻ ബൾബുകളെല്ലാം മാറ്റി ഫുൾ LED ലൈറ്റ്സ് ആണ്. അത് സ്പ്ലിറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ്. കാരണം ഇതുപോലെ നല്ല വെള്ള കളർ പ്രകാശം കിട്ടുന്ന സ്പ്ലിറ്റ് LED ലൈറ്റ്സ് ആണ്. സ്പ്ലിറ്റ് എന്ന് വെച്ചാൽ ഹൈ ബീമിനും ലോ ബീമിനും സെപ്പറേറ്റ് ബൾബുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബൾബിൻ്റെ ലൈഫ് വളരെ കൂടുതൽ ഇടുകയും നല്ല വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള പ്രകാശം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൻ്റെ DRL കത്തണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ കത്തത്തുള്ളൂ. ഫ്രണ്ട് മഡ് ഗാർഡ് ചേഞ്ച് ആയി ഒരു കാർബൺ ഫൈബറിൻ്റെ ഫിനിഷിംഗ് കൂടെ നമുക്ക് മഡ് ഗാർഡിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ എടുത്ത് പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകിച്ച് ഫ്രണ്ട് ഷോക്കപ്പാണ്. ഫ്രണ്ടിലെ അപ്സൈഡ് ഡൗൺ USD ഫോക്ക് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിന് ലൈറ്റ് ഗ്രേ കളർ പെയിൻറ്റിങ് കൂടെ വരുമ്പോൾ നല്ല ഇടുപ്പം, നല്ല അട്രാക്ഷൻ തോന്നുന്നുണ്ട്. ഇത് വാഹനത്തിന് വളരെ നല്ലൊരു മസ്കുലർ ലുക്ക് നമുക്ക് ലഭിക്കുന്നു. അത് കൂടാതെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇതിന് ഹാൻഡിലിങ്ങിന് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ കോർണറിങ്ങിനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അത്യാവശ്യം വലിയ കുഴി ചാടിയാൽ പോലും നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് തട്ടുകയോ വേറെ ഡാമേജസ് കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ടയർ സൈസ് ഇപ്പോൾ ഫ്രണ്ടിൽ വരുന്നത് 100, 80, 17ൻ്റെ MRFൻ്റെ സാപ്പർ ടയർസ് വരുന്നുണ്ട്. അതെ, ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വരുന്നത്. എല്ലാ മോഡലിലും 160 മോഡലിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ട്. ഫ്രണ്ട് ബാക്ക് ഡിസ്ക് ബ്രേക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. 300 mm ഡിസ്ക് ബ്രേക്സ്, ഡ്യുവൽ പിസ്റ്റൺ യൂസ് ചെയ്യുന്ന ഡിസ്ക് ബ്രേക്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് ഡിസ്കിൻ്റെ റിങ്. അതിൻ്റെ മുകളിൽ കാണുന്നതാണ് ABSൻ്റെ റിങ് വരുന്നത്. പിന്നെ ABSൻ്റെ ബാഡ്ജിങ് സ്റ്റിക്കർ വർക്ക് നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് USD ഫോർക്കിൻ്റെ ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ടോ, ഇത്രയും ഡിസ്റ്റൻസ് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അത്രയും വലിയ കുഴി ചാടിയാൽ പോലും നമുക്ക് വിഷയം വരില്ല. അപ്പോൾ ഞാൻ ഈ അലോവിയിൽ കൂടി എനിക്കൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം. അലോവിയിൽ മാറ്റമൊന്നുമില്ല, കളറ് മാറ്റ് ഗ്രേ ആയി മാറിയെന്നുള്ളൂ. ഡിസൈൻ പഴയ ഡിസൈൻ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ വാഹനത്തിൻ്റെ അലോവിയിലിന് ലഭിക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ആയി മാറിയിട്ടുണ്ട്. ആകെ വീൽ ബേസ് 1372 കിലോഗ്രാമായി. ടോട്ടൽ വെയിറ്റ് കുറഞ്ഞ് 152 കിലോ മാത്രമേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സീറ്റിൻ്റെ ഹൈറ്റ് 805 mm ആയി കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 5 അടി പൊക്കമുള്ള ആൾക്കാരും സുഖസുന്ദരമായിട്ട് വണ്ടിയിൽ കയറുന്ന യാത്ര ചെയ്യാനും ഓടിക്കാനും പറ്റുന്നതാണ്. വാഹനത്തിൻ്റെ ഫ്രണ്ട് വൈസർ ഹെഡ്ലൈറ്റ് നിങ്ങൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കണ്ടു ഒരു നോസ് പോലെ, ഒരു മൂക്ക് പോലുള്ളൊരു ഭാഗം അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്കിത് കണ്ടപ്പോൾ ഏകദേശം ഡോമിനർ 400ൻ്റെ ഫ്രണ്ട് വൈസർ, അതായത് ഫ്രണ്ട് ഹെഡ്ലൈറ്റിനെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനപ്പോൾ ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് ക്ലോസ് ആയിട്ട് എടുത്തതാണ്. അപ്പോൾ വാഹനത്തിൻ്റെ സൈഡിൽ നിന്നുള്ള ലുക്കാണ് നമ്മൾ ഈ കാണുന്നത്. എങ്ങനെയുണ്ടെന്ന് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. ഈ കളറും എങ്ങനെയുണ്ടെന്ന്, ഈ റെഡ് കളർ പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. കളർ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. സ്വിച്ചസ് എല്ലാം തന്നെ അപ്പാടെ മാറിയിട്ടുണ്ട്. ഫുള്ള് പുതിയ സ്വിച്ചസാണ് കൊണ്ടുവന്നേക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ പറയുകയാണെങ്കിൽ മെനുവിൻ്റെ സ്വിച്ച്, അതായത് നമ്മുടെ മീറ്ററിൻ്റെ സ്വിച്ചസ് വരുന്നു. പിന്നെ ഇൻഡിക്കേറ്റർ, ഹോൺ, അതുകൂടാതെ പാസിൻ്റെ മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള പാസ് സ്വിച്ച് കൂടെ വരുന്നുണ്ട്. റൈറ്റ് സൈഡിൽ എഞ്ചിൻ കീൽ സ്വിച്ച് വരുന്നുണ്ട്. അതിന് താഴെ ഹെഡ്ലൈറ്റ് ഓൺ വരുന്നുണ്ട്. സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് വരുന്നുണ്ട്. നമ്മുടെ പഴയ പോലെ തന്നെയുള്ള സ്പ്ലിറ്റ് ആയിട്ടുള്ള ഹാൻഡിൽസ് തന്നെയാണ്, ക്ലിപ്പ് ഓൺ ഹാൻഡിൽസ് തന്നെയാണ് ഇപ്പോഴും നമുക്ക് വാഹനത്തിന് ലഭിക്കുന്നത്. അതുകൂടാതെ പുതിയതായിട്ട് ഇപ്പോൾ USB പോർട്ട്, അതായത് USB മൊബൈലൊക്കെ ചാർജ് ചെയ്യേണ്ട ഒരു USB പോർട്ട് കൂടെ, ചാർജിങ്ങിനുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് NS 160ൽ ലഭിക്കുന്നുണ്ട്. ഇതാണ് വാഹനത്തിൻ്റെ ഡിജിറ്റൽ മീറ്റർ വരുന്നത്. ഫുൾ ഡിജിറ്റൽ മീറ്ററാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. കണ്ടോ, ഓൺ ആകുമ്പോൾ തന്നെ ഇതാണ് ഒരു ഡിസ്പ്ലേ വരിക. ഇതിന് ഫുൾ ഡിജിറ്റൽ മീറ്റർ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി ഫീച്ചേഴ്സ് ഇപ്പോൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് വാഹനത്തിന്. നമുക്കിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഓരോന്നായിട്ട്. നമുക്ക് RPM മീറ്റർ ഫുൾ ഡിജിറ്റലാണ് ലഭിക്കുന്നത്. പിന്നെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് RPM മീറ്റർ വരുന്നത്.
അതിന് താഴെ ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ വരും. ഇടത്തെ സൈഡിൽ ഫ്യൂൽ ഗേജ് വരുന്നുണ്ട്. ഇവിടെ നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും. IFE ഡിസ്റ്റൻസ് ടു MT വരും. ഈ 2 ബട്ടൺസ് യൂസ് ചെയ്യുന്നത് ഈ മീറ്ററിൻ്റെ സെറ്റിങ്സിലേക്ക് ചെയ്യാനാണ്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ബ്ലൂടൂത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഫോണായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലെ സകല നോട്ടിഫിക്കേഷനും നമുക്ക് ഇതിൽ കാണിക്കും. ഞാനിപ്പോൾ ഒന്ന് ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, കോള് കണ്ടോ, ഈ സൈഡിലൊന്നുകൂടി കാണിച്ചിട്ടാ, നോക്കിക്കോട്ടെ, ശ്രദ്ധിച്ചോ, കാണാം. കോള്, SMS, അതുകൂടാതെ ഫോണിലെ റേഞ്ച്, ബാറ്ററിയുടെ ചാർജ് വരെ നമുക്ക് ഈ മീറ്ററിൽ കാണിച്ച് തരുന്നതാണ് കേട്ടോ. ഇതെല്ലാം ഒരു പുതിയതായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ വണ്ടിയിൽ വരുന്നത്. പിന്നെ നോർമലായിട്ട് ന്യൂട്രൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, ABS വാർണിംഗ് ലൈറ്റ് എല്ലാം കാണിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് സെയിം തന്നെയാണെങ്കിലും അതിൻ്റെ ഗ്രാഫിക്സ് മാറിയിട്ടുണ്ട്. 160 എന്നുള്ള ഒരു പുതിയ ഗ്രാഫിക്സ് വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് വൈറ്റ് ഒരു മിക്സ് ആയിട്ടുള്ളൊരു സ്റ്റിക്കർ വർക്കും വരുന്നുണ്ട്. 12 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. പിന്നെ മാറ്റ് ബ്ലാക്ക് കളറിൽ നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു ടാങ്ക് പാഡ് നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ ഫ്യൂൽ ടാങ്ക് ഇപ്പോഴും സെയിം ടു സെയിം 12 ലിറ്ററാണ്. നമുക്ക് 2 ലിറ്റർ റിസർവിന് പോകുന്നുണ്ട്. പിന്നെ E20 ഫ്യൂൽ സപ്പോർട്ടറാണ്. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള അടിപൊളി ഫ്യൂൽ ക്യാപ്പ് ലഭിക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റാണ് ഇപ്പോൾ ലഭിക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റ് ആണെങ്കിൽ തന്നെ പക്ഷേ ഒരു അടിപൊളി സീറ്റാണ്. കുഷനിങ് ഫുള്ള് മാറിയിട്ടുണ്ട്, പാഡിങ് എല്ലാം മാറിയിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്. എന്താ പറയുക, റൈഡറിനായാലും പില്ലിയനായാലും നല്ല അടിപൊളിയായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്നതാണ്. പിന്നെ വാഹനത്തിൻ്റെ അടുത്ത് പറയുന്നത് സീറ്റ് കവിളിലും പുതിയതായിട്ട് ഗ്രാഫിക്സ് വരുന്നത്. എയറോഡൈനാമിക് ആയിട്ടുള്ള റിയർ ഗ്രാബ് റെയിൽ നമുക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. അത് സെയിം ടു സെയിം പഴയ മോഡലും വന്നിരുന്നതാണ്. ഈ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ലിക്വിഡ് കൂൾഡ് എൻജിൻ ലഭിക്കുന്നത് NS 160-ക്കാണ്. അത് കൂടാതെ ലിക്വിഡ് കൂൾഡ് കൂടാതെ എയർ കൂൾഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഈ വാഹനം എത്ര ദൂരം ഓടിച്ചിട്ട് വണ്ടിയുടെ എൻജിൻ ചൂടായാൽ തന്നെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തണുത്ത് കിട്ടുന്നതാണ്. മാറ്റ് ബ്ലാക്ക് കളറിൽ വണ്ടിയുടെ സെയിം ടു സെയിം കളറിൽ സ്റ്റിക്കർ വരുന്നൊരു അടിപൊളി എഞ്ചിൻ കവൾ നമുക്ക് വാഹനത്തിൻ്റെ ഒപ്പം ലഭിക്കുന്നത്. ഇത് സ്പോർട്ടീവാണ്. അതുകൂടാതെ നമ്മുടെ എഞ്ചിനെ അണ്ടർ ബോഡി ഡാമേജിൽ നിന്ന് രക്ഷിക്കാനും ഈ എഞ്ചിൻ കവൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ ഫ്രെയിം ഇപ്പോഴും സെയിം തന്നെയാണ്, പെരിമീറ്റർ ഫ്രെയിം തന്നെയാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വാഹനം വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും കോർണറിങ്ങിനും നമ്മൾ ഈ ഫ്രെയിം വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ എഞ്ചിൻ കപ്പാസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, 160 cc ആണ്. 17 bhp പവർ ഇടുന്നുണ്ട്. 14 Nm ടോർക്ക് വരും. ഏറ്റവും കൂടുതൽ സ്പീഡ് വരുന്നത് 120 km/h ആണ്. ഒരു 45-നും 50-നും ഇടയിൽ നമുക്ക് മൈലേജ് ഇടുന്നുണ്ട്. 0 to 100 കവർ ചെയ്യാനായിട്ട് 16 സെക്കൻഡാണ് നമുക്ക് വേണ്ടത്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് വാഹനത്തിന് വരുന്നത്. എഞ്ചിൻ്റെ ടെക്നോളജി വരുന്നത് വെച്ചാൽ ഓയിൽ കൂൾഡാണ്. ട്വിൻ സ്പാർക്ക് DTSI ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. 5 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. പിന്നെ സ്പോർട്സ് വണ്ടിയിൽ വരുന്ന പോലെ ക്വിക്ക് ഷിഫ്റ്റർ, സ്ലിപ്പർ ക്ലച്ച് അങ്ങനെ പരിപാടികളൊന്നും ഇതിൽ വരുന്നില്ല. അത് സിമ്പിളായിട്ടുള്ള ടെക്നിക്സ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എടുത്ത് പറയുന്ന കാര്യങ്ങൾ വെച്ചാൽ സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ ഓൾറെഡി നമ്മുടെ വാഹനത്തിന് വരുന്നത്. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ നമുക്ക് വാഹനം സ്റ്റാർട്ട് ആവത്തുള്ളൂ. ഓപ്പൺ ചെയിൻ കവറാണ് വരുന്നത്. സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള സ്വിംഗ് ആം നമ്മുടെ വാഹനത്തിന് ഓൾറെഡി വരുന്നുണ്ട്. ബാക്ക് സൈഡിലെ നല്ല വലിപ്പമുള്ള 2 ടയർ ഹഗർ ലഭിക്കുന്നുണ്ട് ഇൻബിൽറ്റ്. ആദ്യത്തെ മോഡലിൽ ഒരു ടയർ ഹഗർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ 2 ടയർ ഹഗർ ലഭിക്കുന്നുണ്ട്. പിന്നെ സാരി ഗാർഡ് ഇൻബിൽറ്റ് വരുന്നുണ്ട്. സാരി ഗാർഡിന് ഒരു ഫുഡ് റെസ്റ്റ് കൂടെ ഓൾറെഡി ലഭിക്കുന്നതാണ്. ഫുഡ് റെസ്റ്റ് വരുന്നത് പഴയ മോഡലിന് ഉണ്ടായിരുന്നില്ല. വാഹനത്തിൻ്റെ 4 ഫുഡ് പാക്കുകളും 4 ഫുഡ് റെസ്റ്റുകളും അലൂമിനിയം മെയ്ഡാണ്. അതായത് പഴയ പോലെ റബ്ബർ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ അലൂമിനിയം മെയ്ഡായിട്ടുള്ള ഫുഡ് പാക്കാണ് വരുന്നത്. അഡ്ജസ്റ്റബിൾ 6 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നൈട്രോക്സിൻ്റെ മോണോഷോക്ക് സസ്പെൻഷനാണ് ഈ വാഹനത്തിൽ ലഭിക്കുന്നത്. മോണോഷോക്ക് ആയതുകൊണ്ട് നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കും യാത്ര ചെയ്യാനായിട്ട്. അത്യാവശ്യം വെയിറ്റുള്ള ആളിരുന്നാൽ പോലെയും അത്യാവശ്യം മോശപ്പെട്ട റോഡിലൂടെ ഓടിച്ചു നടന്നാലും വലുതായിട്ട് പമ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അടിപൊളിയായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഈസി ആയിട്ട് ഓടിച്ചു നടക്കാൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ ബാക്ക് സൈഡ് ടയർ കുറച്ചുകൂടി വീതിയുള്ള ടയർ വന്നിട്ടുണ്ട്. 130, 70, 17 സൈസ് വരുന്നത്. ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വരുന്നത്. MRFൻ്റെ സാപ്പർ സീരീസിലുള്ള ടയറാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാൽ കോർണറിങ്ങിനും ഹാൻഡിലിങ്ങിനും വളരെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അത് കൂടാതെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ബാക്ക് സൈഡ് 230 mm ഡിസ്ക് ബ്രേക്ക് ലഭിക്കുന്നുണ്ട്. സിംഗിൾ പിസ്റ്റൺ കാലിപ്പറാണ് വരുന്നത്. ബാക്ക് സൈഡ് നമുക്ക് ഡ്യുവൽ ചാനൽ ABS ലഭിക്കുന്നുണ്ട്. ABSൻ്റെയും ഡിസ്കിൻ്റെ റിങ്സാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്. ഇതാണ് ബാക്ക് സൈഡിലെ ടയർ ഹഗർ വരുന്നത്. പിന്നെ ഇൻബിൽറ്റ് കിക്കർ വരുന്നുണ്ട്. അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് നമ്മുടെ വാഹനത്തിന് വരുന്നത്. സെയിം NS 200 വരുന്ന സെയിം ടു സെയിം അണ്ടർബെല്ലി എക്സോസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിനും ലഭിക്കുന്നത്. ഇതാണ് വാഹനത്തിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള ലുക്ക് വരുന്നത്. കിക്കർ ഞാൻ ഓൾറെഡി പറഞ്ഞു, കിക്കർ ഓൾറെഡി ഇൻബിൽറ്റ് വരുന്നുണ്ട്. 2024 മോഡൽ ലേറ്റസ്റ്റ് ലോഞ്ച് NS 160 മോഡലിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ഏകദേശം ഒരു 180-നും 185-നും ഇടയിലാണ്. അപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് നോർത്ത് പറവൂർ JKB ബജാജ് ഷോറൂമാണ്. അവിടെ സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ കേരളത്തിൽ ആരും NS 160 എടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ നിങ്ങൾക്കാണ് ആദ്യമായിട്ട് വണ്ടി എടുക്കാനുള്ള ആഗ്രഹമെങ്കിൽ ഫസ്റ്റ് NS 160 നമുക്ക് തന്നെ ഇറക്കാം. JKB ബജാജിൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോൻ്റെ എൻഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തോളൂ. ഫിനാൻസ് കാര്യങ്ങളെല്ലാം ഓൾ കേരള അവൈലബിൾ ആണ്. അതിനുള്ള ഫുൾ സപ്പോർട്ട് ചെയ്തുതരാം. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു 180 റേഞ്ചിൽ എടുക്കാൻ പറ്റുന്ന 160 cc ബഡ്ജറ്റ് എന്താ പറയുക സെമി സ്പോർട്സ് ബൈക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ NS 160 കഴിഞ്ഞിട്ട് വേറെ വണ്ടിയേ ഉള്ളൂ. ഇത് തന്നെയാണ് ഏറ്റവും പ്രഥമമായ ചോയ്സ്. അപ്പോൾ എന്തായാലും ധൈര്യമായിട്ട് എടുക്കാൻ തന്നെയാണ് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഓട്ടോമൊബൈൽ മെയിനായിട്ട് 2 വീലേഴ്സിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.